ഗൈസ് എല്ലാവർക്കും ഇട്ടിരിക്കുകയാണ്. കുറേ നാളെ റിവ്യൂ ഇട്ടെന്നറിയാം. കുറച്ച് തിരക്കായിരുന്നു. കുറേ നാളെ ഒരു പടം FDFC കണ്ടിട്ട് ഇഷ്ടപ്പെടണം. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിൽ ലൈക്ക് മുടക്കിയ കാശിനുള്ളതുണ്ട്. ലൈക്ക് കണ്ണ് തള്ളിപ്പോണ സീൻസൊക്കെ കുറച്ച് കുറവാണ്. അത്യാവശ്യം രോമാഞ്ചിഫിക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീർന്നു വരിക. എന്നാലും അതിൽ ഒരു തുടക്കത്തിലൊരു ഡിലേ ഒക്കെ ഉണ്ട്. കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ആ ഒരു ഒഴുക്ക് കിട്ടിത്തുടങ്ങിയത് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഥയിൽ ആ ഒരു ഒഴുക്ക് അങ്ങോട്ട് കിട്ടിത്തുടങ്ങുന്നത്. അതുവരയ്ക്ക് ഫസ്റ്റ് ആ ശ്രുതിഹാസൻ്റെ വെറുപ്പിക്കൽ ഏറ്റ പൊന്നു സഹിക്കില്ല തള്ള. എന്തൊരു മിസ്കാസ്റ്റിംഗ് കൊണ്ട് കാര്യമില്ല. കാരണം റോള് അത്യാവശ്യം ജസ്റ്റിഫൈ ആവുന്നുണ്ട്. പക്ഷേ ഇവള് കൈന്നിട്ടിട്ട് ചളവാക്കി. എന്നാൽ ആ ഒരു സ്കൂളിലൊക്കെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ വാര പോറുക. അയ്യോ, എക്സ്പ്രഷനൊക്കെ അങ്ങനെ വാരി എറിയുക. കൺട്രോൾ ചെയ്യുന്നത് അടുത്തൊക്കെ ഭയങ്കര കൺട്രോളിങ് ആണ്. പക്ഷേ അഴിച്ചു വിട്ടാൽ അങ്ങോട്ട് പോവും. എവിടേക്കൊന്നുമില്ലാണ്ട് ഓരോന്ന് കാണിച്ചു വിടും. അതൊക്കെ ആ വെറുപ്പിക്കലൊക്കെ സഹിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രഭാസിൻ്റെ എൻട്രി. ഫസ്റ്റ് കാണിക്കുന്നത് മെക്കാനിക്കാണ്. ഇതിലിരിക്കുന്നതിനും പ്രഭാസ് ഡബിൾ റോളാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇതിൽ ഡബിൾ റോളൊന്നുമില്ല. ആളൊറ്റയ്ക്ക് തന്നെ രണ്ട് പേരാണ്, അത്രേ ഉള്ളൂ സംബന്ധിച്ചുള്ളത്. ബട്ട് ഫസ്റ്റ് കാണിക്കുന്നത് തന്നെ ഒരു പാവം മെക്കാനിക്കായിട്ടാണ്. അമ്മയ്ക്ക് ഭയങ്കര പറയും. അമ്മയാണ് ആ സ്കൂളിൻ്റെ ലൈക്ക് ഹെഡ് മാസ്റ്റർ കൈൻഡ് ഓഫ്. അപ്പോൾ അവിടെ നിന്ന് ശ്രുതിഹാസനെ പിടിച്ചു കൊണ്ടുവരാൻ വില്ലന്മാർ വരും. ഗാങ്സ് ഓഫ് കോഴ്സ്. അതിന് ഒരാവശ്യമില്ല ഇവിടെ വരേണ്ടത്. അമ്മയുടെ ചിതാഭസ്മ സെൻറ്റിമെൻറ്റ്സ് ആണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ അത് ഇവർക്കറിയാം ഇവൻ്റെ അച്ഛനെയും ഇവളിനെയാണ് ഈ ഗാങ്സ് തേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്തൊക്കെ റീസൺ ആണെങ്കിലും നമ്മൾ ജീവൻ്റെ കൊതിയുള്ള ആരും പോയില്ല. ബട്ട് സ്റ്റിൽ കഥയുടെ ഒഴുക്കിന് വേണ്ടിയിട്ട് വന്നേ പറ്റൂ. സോ വന്നു. അങ്ങനെ വെറുപ്പിക്കൽ തുടങ്ങി. ഞാൻ അവസാനം വെള്ളം പിടിച്ചുകൊണ്ട് ശല്യം ഒഴിഞ്ഞു എന്ന് വിചാരിച്ചു. ബട്ട് എവിടെ അവൻ്റെ പ്രഭാസിൻ്റെ അമ്മ അവൻ ഈ തടിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് സത്യം ചെയ്തിട്ട് ഇനി ആരെയും അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ശ്രുതിഹാസനെ പിടിച്ചുകൊണ്ട് അമ്മൻ്റെ മുമ്പിൽ പിടിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാവരും ചുറ്റും മേടിക്ക് ചുമ്മാ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അമ്മേനെ പറഞ്ഞു നീ അടിച്ചാണോ കൂട്ടിയിട്ട് അവിടെ നിന്ന് തൊട്ടെങ്കിൽ പിന്നെ അടിയോടടി ഇൻ്റർവെല്ല് വരെ ഫുൾ അടി. ഞാൻ ഇടയ്ക്ക് പൃഥ്വിരാജിൻ്റെ എൻട്രി ഒക്കെ ഉണ്ട്. അതൊക്കെ സട്ടിലാണ്, നൈസായിട്ട് അതിന് പോയി. പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടാണ്. ഇൻ്റർവെൽ ബ്ലോക്ക് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹൈലൊക്കെ കൊണ്ടെത്തി. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് കുറേ ഡ്രാമ അത് പ്രശാന്ത് നീല തന്നെ പറഞ്ഞാണ് ഇത് മൊത്തം ഡ്രാമയാണ്. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്ത് പോയാൽ KGF നമ്മൾ ഡ്രാമയാണെങ്കിൽ അത് ബോറടിക്കില്ല. പക്ഷേ ഇത് ഇത്തിരി ഒന്നും ഡൗൺ ആയി പോലെ തോന്നുന്നുണ്ട് വെൻ കമ്പയറിങ് ടു KGF. അല്ലാണ്ട് പടം അങ്ങനെ അത്രയ്ക്ക് എണീറ്റ് പോകാനൊന്നും തോന്നുന്നില്ല. അങ്ങനെ അത്രയ്ക്ക് ബോറൊന്നുമല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ആ പേസിൽ മേലെ കൊണ്ടെത്തിച്ചിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ താത്തി നമ്മളെ ആ ഒരു ലെവലിലേക്ക് എപ്പോഴാണ്ട് അവനൊന്ന് അടിക്കുക എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തും. പക്ഷേ ലാസ്റ്റ് ഒരു അരമണിക്കൂർ കാട്ട എൻഗേജിങ് ആണ്. ഒരു രക്ഷയില്ല. നമ്മൾ പൃഥ്വിരാജിൽ നിന്ന് ഒരു അടി പോലും ഇല്ല. അത്രയും നേരത്തെ ക്ലൈമാക്സിലാണ് പൃഥ്വിരാജ് സ്കോർ ചെയ്യണം. അപ്പോൾ സംഭവം അതാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കഥ പക്ഷേ സെയിം ത്രോൺ എക്സ്ചേഞ്ചിങ് ബാഹുബലി സെറ്റപ്പ് ആ ഒരു ഇതുണ്ട്. ബാഹുബലി KGF ഒന്നുമില്ല കേട്ടോ. KGF ആയിക്കൂടെ ആ ഒരു ചായക്കടക്കാരൻ തമ്പി മാത്രം ആ ഉമയായിട്ട് വരുന്നുണ്ട്. അവൻ കുഴപ്പമില്ല, അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ട്രൈബൽ ഗാൻ്റെ ആ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അഴച്ചലാണ്. ബട്ട് അത് കഥയുടെ ആവശ്യത്തിനുണ്ട്. പിന്നെ ഫസ്റ്റ് ആ ട്രെയിലർ കണ്ട കത്തിയുള്ള, അതായത് പ്രഭാസിൻ്റെ പിന്നാലെ കുറേ കത്തി വരുന്ന സീൻ ഞാനത് മാസിന് വേണ്ടി വെറുതെ ട്രെയിലറിലിട്ടാണ് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ പിന്നാലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. എന്തായാലും ഒരു വർത്ത് വൈൽ വാച്ചാണ്. കണ്ടിരിക്കാൻ പ്രഭാസൊക്കെ കിഡുമായി ചെയ്യുന്നുണ്ട്. പ്രത്യേകം പിന്നെ രവി ബാസുറിൻ്റെ BGM കിണ്ണാസി സാധനം. നമ്മൾ ബോറടിപ്പിക്കില്ല. ഇങ്ങനെ ആ ഒരു ഇതിൽ നിങ്ങൾ വൈബിൽ ഹൈയും ലോ ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് എവിടെയും കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒന്നുമില്ല.
പിന്നെ ഇടയ്ക്ക് സൈലൻസ് ഒക്കെ യൂസ് ചെയ്ത് അടിപൊളിയുണ്ട്. ഇങ്ങനെ കൊണ്ട് അങ്ങോട്ട് നിർത്തിക്കും നമ്മളെ. പിന്നെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഭാസിനെ ഞാൻ വിചാരിച്ചത് ബോറാക്കുന്നാണ്, പക്ഷേ ടേൺസ് ഔട്ട് ടു ബി അഗെയിൻസ്റ്റ് ഇറ്റ്. പുള്ളി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ്റെ അത് നല്ലതാണെന്ന് പറയുന്നത് വെറുതെ അല്ല. പുള്ളി അത്യാവശ്യം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് പൃഥ്വിരാജ് അറിയാലോ, ആസ് യൂഷ്വൽ പുള്ളി കൊടുത്ത റോള് കൃത്യമായിട്ട് ചെയ്യുന്നു. പുള്ളി ഞാൻ പറഞ്ഞ പോലെ മണ്ണേഷനാവെന്ന് വിചാരിച്ചു, പക്ഷെ അവസാനം തകർത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ജഗതി ബാബു സ്ഥലത്തെ സോർട്ട് ഓഫ് കിങ് ആണ്. അപ്പോൾ പുള്ളിക്ക് കുറച്ച് റോളേ ഉള്ളൂ, ഇടയ്ക്ക് പുള്ളി എസ്കേപ്പ് പോകും, അവസാനം വരുന്നത്. പിന്നെ പുള്ളിയുടെ മക്കളാണ് ഈ പൃഥ്വിരാജും ആ ട്രെയിലറിൽ കണ്ടൊരു പെണ്ണില്ല, പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സോ കോൾഡ് അതിൻ്റെ അണികളുണ്ട് ആ കിങ്ഡത്തിലെ മെമ്പേഴ്സ്. അവിടെ കുറേ ലെവൽസ് ഉണ്ടെങ്കിൽ പ്രശാന്തിൽ പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പ്രശാന്തിൽ ഇതിന് വേണ്ടിയിട്ട് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും അതിൻ്റെ ആക്സസറീസും ഓർണമെൻറ്റ്സ് എല്ലാത്തിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ പറയാനുള്ളത് പ്രശാന്ത്, അയ്യോ പുള്ളിയുടെ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. എല്ലാ ഫ്രെയിമും ഒന്നിനൊന്ന് മെച്ചമാണ്. ലൈക്ക് എഡിറ്റിങ്, അയ്യോ എഡിറ്റിങ് ആ പുള്ളിക്കാരൻ ആ ഒരു 20 ഇയർ ഓഫ് കിഡ് പേരറിയില്ല, ബട്ട് സ്റ്റിൽ എഡിറ്റിങ് അടിപൊളി തന്നെ. ആ ട്രാൻസിഷനൊക്കെ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട് അവർ, സ്മൂത്തായിട്ടുണ്ട്, ഭയങ്കര രസമാണ് കാണാൻ. യാ ദാറ്റ്സ് ഇറ്റ്. അതന്നെ പ്രശാന്തിൽ ആ വർക്ക് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഹാൻഡ്സ് ഓഫ് ടു ദാറ്റ്. അപ്പോൾ ഓൾ ടുഗെദർ ഇറ്റ്സ് എ ഗുഡ് മൂവി. നമ്മൾ KGF ഒക്കെ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഇതുണ്ട്. പിന്നെ എൻഡിങ് ക്ലിഫ് ഹാങ്കർ പറഞ്ഞതിനും കാട്ടി ഇതായിരിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു വാർ കഴിഞ്ഞിട്ടായിരിക്കും ഈ പടം നിർത്തുകയെന്ന് വിചാരിക്കും, പക്ഷേ ഇല്ല ഗൈസ്, വാർ കാണിക്കില്ല. അതതിന് അടുത്ത 1 വർഷം കൂടെ കാത്തിരിക്കണം. 1 വർഷം തന്നെ പ്രശാന്തിനെ അറിയില്ല എപ്പോഴാണ് ഈ അടുത്ത പടം അടുത്ത പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്.